സാർ, ഈ വനിതാ ദിനത്തിലെ BJPയുടെ കേരള അധ്യക്ഷനായി പ്രസിഡന്റായി ശോഭ സുരേന്ദ്രൻ വരാൻ സാധ്യതയുണ്ടോ? ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ BJP അണികൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ കൂടിയാണ്. പക്ഷേ അത് നടത്താതിരിക്കാൻ വേണ്ടി BJPയിലെ നേതാക്കന്മാർ തന്നെ എല്ലാ ചാനലുകളും കയറി ഇറങ്ങി അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 24 ചാനലിൽ അവർക്കെതിരെ ചില ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. എൻ്റെ അന്വേഷണത്തിൽ വി മുരളീധരനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. വി മുരളീധരൻ ആരാണ്? പിന്നെ അവരെ വരാതിരിക്കാൻ ശ്രമിക്കുന്ന കുറേ ശക്തികളുണ്ട്. അതായത് കെ സുരേന്ദ്രൻ, അതേപോലെ MT രമേശ്, കൃഷ്ണദാസ് എങ്ങനെ അതിൽ പെട്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വലിയ ശക്തമായ കേരളത്തിലെ BJPയിലെ നേതാക്കന്മാർ ഇവർ വരാതിരിക്കാൻ വേണ്ടി സകല ശ്രമവും നടത്തുകയാണ്. ആ ശ്രമം നടത്തുന്നതിന് കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിലുള്ള പോരാട്ടത്തിന് ഇവരിറങ്ങും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവില്ല. നമുക്ക് ആദ്യം തന്നെ ലാവ്ലിൻ കേസ് എടുക്കാം. ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യപ്രതിയായിട്ടുള്ള സംഭവമാണ്. ഈ മന്ത്രി ഇവിടെ 2 കോടതികളിൽ നിന്ന്, അതായത് താഴെ CBI കോടതിയിലും ഹൈക്കോടതിയിലും പണം കൊടുത്ത് അട്ടിമറിച്ചതാണെന്ന് എന്നോട് പറയുന്നത് MK ദാമോദരനാണ്. അത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ തുഷാർ മേത്ത പോലെയുള്ള സോളിസിറ്റർ ജനറലാണുള്ളത്. 8 വർഷമായിട്ട് ഇതുവരെ ആ കേസ് കൃത്യമായി വാദിക്കാൻ അവർക്ക് സമയമില്ല എന്നാണ് കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ പിണറായി വിജയൻ അധികാരം കഴിയും. അതുവരെ അത് എങ്ങനെ നിർത്തണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തിന് ഏതൊക്കെ തരം കേസുണ്ടോ അറിയോ? ലാവ്ലിൻ കേസ്. ഞാൻ എൻ്റെ ചോര നീരാക്കി ഫൈറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു കേസാണ് ലാവ്ലിൻ കേസ്. 278 കോടി രൂപ, അതിനകത്ത് 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തേണ്ട ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതിയുടെ പുനരുദ്ധീകരണവും നവീകരണവും 278 കോടി രൂപയ്ക്ക് കൊടുത്ത്, അതുപോലെ 98.3 കോടി രൂപ മലബാർ സിമൻറ്റിന് വരേണ്ട പണം, അതിൽ 87 കോടി രൂപ തട്ടിയെടുത്ത് ഉള്ളൊരു പദ്ധതിയാണിത്. ഏകദേശം 350-375 കോടി രൂപയാണ് അതിൽ അഴിമതി നടന്നിരിക്കുന്നത്. ആ സംഭവത്തിൽ കൃത്യമായി സുപ്രീം കോടതിയിൽ നിന്ന് 2017 എത്തിയ പാടെ തന്നെ വാദം നടന്ന് വിധി വന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് പുറത്തായിരുന്നു. കാരണം ഒരു 6 മാസം കൊണ്ട് ഇതിൻ്റെ വിചാരണ കഴിഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയൻ ജയിലിലാവേണ്ട ആളാണ്. പോട്ടെ, 2020 സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ രേഖ കൃത്യമായിട്ട് ഞാൻ പുറത്തുവിട്ട്, ഇന്നലെ അടക്കം ഞാൻ പുറത്തുവിട്ടു. അതിൽ പറയുന്നത് പിണറായി കസ്റ്റംസിലെ രേഖ പ്രകാരം പിണറായി വിജയൻ, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, 3 മന്ത്രിമാർ, പിന്നെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെയുള്ള പിന്നെ യൂസഫ് അലി, ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ളതാണ്. ഇത് ആരാദ്യം പറഞ്ഞത്? 2020 ഇത് മാർച്ച് മാസത്തിൽ ഇങ്ങനെ OR 7/2020 എന്ന് പറയുന്ന നമ്പർ കസ്റ്റംസ് തിരുവനന്തപുരം രജിസ്റ്റർ ചെയ്ത കേസിൽ ആരാണ് പിന്നെ അതിൻ്റെ അകത്ത് ആദ്യം ഇതാവുന്നത് പറയുന്നത്? കെ സുരേന്ദ്രനാണ്. അതേപോലെ ഡോളർ കടത്തിനെ പറ്റി പറയുന്നവരാ? കെ സുരേന്ദ്രനാണ്. എന്താണ് അവരെ തൊടാത്തത്? 2020 കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ പിണറായി വിജയനെ തൊടാൻ കഴിഞ്ഞില്ല. ശോഭാ സുരേന്ദ്രൻ അതിനെതിരെ ആഞ്ഞടിക്കുന്ന ആളാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇവർ വാങ്ങിയ പൈസേനെ കണക്ക് പിന്നെ നാളത്തെ വരും. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ തടയേണ്ട അവരുടെ ആവശ്യമാണ്. ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് ധാരണയിലാണ് ഇവർ പോകുന്നത്. ലാവ്ലിൻ കേസിൽ ഞാൻ കെ സുരേന്ദ്രനോടും വി മുരളീധരനോടും പറഞ്ഞു, വിളിച്ചിട്ട് ഇതിൽ ഹെൽപ്പ് ചെയ്യണം. എന്താ ഹെൽപ്പ്? എങ്ങനെയും സ്വാധീനമല്ല, കേസ് എടുപ്പിച്ച് കൃത്യമായി നടത്തണം എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല, എൻ്റെ ഫോൺ എടുക്കാറേ ഇല്ല വി മുരളീധരനും കെ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? അവർ ശരിക്കും എന്നെ വിളിച്ച് എന്താ വേണ്ട ഹെൽപ്പ് ചെയ്ത് തരേണ്ട ആൾക്കാരാണ്. കാരണം പിണറായി വിജയനല്ലേ എതിരാളി. ഇവിടെ പിണറായി വിജയനും വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇവിടെ നടക്കുന്ന സകല ഇടപാടുകളിൽ ഇവർക്ക് ബന്ധമുണ്ട്. എന്തിന്? 2020 നമ്മൾ ഈ SFIO അന്വേഷണം വന്നത്, ഈ കരിമണൽ കർത്തയുടെ കേസ് വന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പ്രകാരം, ഉത്തരവ് പ്രകാരം പിണറായി വിജയൻ്റെ മകൾ 1.25 കോടി രൂപ ഒരു സർവീസും ചെയ്യാതെ വാങ്ങിയെന്ന് പറയുന്ന വിധി വന്നത്. പിണറായി വിജയൻ അന്ന് 135 കോടി രൂപ അതിനകത്ത് പറഞ്ഞത്. SFIO അന്വേഷണം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത 155 കോടി 2019 വരെയാണ്. 2019 2025 വരെ ഇപ്പോഴും കരിമണൽ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റേഷ്യോ എന്താ അറിയോ?
ഇത്ര പെർസെൻറ്റേജ് അവിടെ കൊടുത്തോളണം പിണറായിക്ക് അവിടെ വിദേശത്ത്. യുറേനിയം അടക്കം അതിൻ്റെ അകത്തുണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ വിറ്റഴിക്കുകയാണ്. അങ്ങനെയുള്ള സാധനത്തിൽ എത്ര കോടാനുകോടി രൂപ പിണറായി വിജയൻ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ കമ്മീഷൻ ഒരു ഭാഗം BJP നേതാക്കന്മാർ പോവുകയാണ്. പിന്നെ നമുക്കറിയാം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ലൈഫ് മിഷൻ കേസ്. ലൈഫ് മിഷൻ കേസിൽ എന്താ, ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ? പിണറായി വിജയനാണ്. അതായത് വടക്കാഞ്ചേരി പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് എന്ത്, പിന്നെ ഈ ഫണ്ട്. ഈ ഫണ്ട് ഇതല്ലേ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഇത് ഇവർക്ക് മാത്രമേ വരാവൂ, ലൈഫ് മിഷന് മാത്രമേ വരാവൂ. എന്നാൽ പ്രൈവറ്റ് പാർട്ടി യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുത്ത് സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ആൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വരുത്തിച്ച് 9 കോടി റുപ്യ കമ്മീഷൻ പറ്റി. ഇത് പുറത്തു വന്ന കാര്യമല്ലേ? എന്താ പിണറായി വിജയനെ ചോദ്യം ചെയ്തോ? അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്നത്, പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ആരാ? ഈ BJP ആണ്. ഇവരുടെ ഈ ബാന്ധവമാണ്. ഇപ്പം ഏറ്റവും പുതിയ വിവരം എന്താ, പിണറായി വിജയനോട് ഓഫർ കൊടുത്ത് ശോഭാ സുരേന്ദ്രനെ അട്ടിമറിക്കാനുള്ള ഓഫർ കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ? 20 സീറ്റ് അടുത്ത തവണ BJPയെ പിണറായി വിജയൻ വിജയിപ്പിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും പിണറായി വിജയനെ തൊടാൻ പാടില്ല, മകളെ തൊടാൻ പാടില്ല. എന്നാൽ തിരിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നാലോ? ശോഭാ സുരേന്ദ്രൻ വന്നാൽ പിണറായി വിജയനെയായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പക്ഷേ സാർ, അത് എൻ്റെ ഒരു സംശയം, ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ ഇങ്ങനെ വെട്ടിയെന്നുള്ളത് ഒരു സെക്രട്ടറി പോസ്റ്റിൽ അല്ല പ്രസിഡന്റ് പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ചെയ്യും എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രനെ കടത്തി വിട്ടാവുന്ന ശക്തികളാണ് പിണറായി വിജയൻ്റെ കൂടെയുള്ളത്. പിണറായി വിജയൻ ഇവിടുത്തെ സ്വന്തം പാർട്ടി അല്ല, എനിക്ക് എത്രമാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ അവരുടെ ഇതേവരെയുള്ള പ്രവർത്തനം കൊണ്ട് അവര് പോസ്റ്റിൽ വന്നു കഴിയുമ്പോഴേ സാർ അതിന് ഇൻഫ്ലുവൻസ് ഒക്കെ വരും, അത് വരാൻ സാധ്യതയുണ്ട്. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കഷൻ. ഇപ്പോൾ അവരാവോ ഇല്ല എന്നുള്ളതാണ്. അവരാവും എന്ന് പറയുന്നതിന് കാരണം 99% അണികൾ അവരോടൊപ്പമാണ്. കേരളത്തിലെ BJP അണികൾ 99% അല്ല 99% പിന്നെ എന്താണ് പിണറായി വിജയനെതിരാണ്. പിണറായി വിജയൻ താഴെ ഇറങ്ങണം, മടുത്തിരിക്കുന്നു എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്ക്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ നിയമസഭ ഈ അടുത്ത കഴിഞ്ഞ ഇലക്ഷൻ നടന്നില്ലേ, പാലക്കാട് ഇലക്ഷനിൽ അവർ കിട്ടേണ്ട സീറ്റ് പോയില്ല. 50,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് എത്ര വോട്ടായി ചുരുങ്ങിയവർ? അതിനുശേഷം ഇപ്പം നടന്ന ഇതുണ്ട്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ 30 സീറ്റിൽ ഒറ്റ സീറ്റ് BJPക്ക് ഉണ്ടോ? വട്ടപൂജ്യമാണ് കേരളത്തിൽ. ആ ഈ K. സുരേന്ദ്രനെയും V. മുരളീധരനെയും ഇത്തരത്തിലുള്ള കച്ചവടം, ഇലക്ഷൻ വന്നവർക്ക് കച്ചവടമാണ്. ഞാൻ ചോദിക്കട്ടെ, പക്ഷേ സാർ ഒരു കാര്യമാണ് സാർ, തൃശ്ശൂർ ലോക്സഭയിൽ ഇദ്ദേഹം ജയിച്ചത് പിന്നെ സുരേന്ദ്രൻ്റെ ഒരു മെരിറ്റ് അല്ലേ? സുരേന്ദ്രനായിട്ട് എന്താണ് ബന്ധം അതിൻ്റെ അകത്ത്? അങ്ങനെയാണ് സുരേന്ദ്രൻ എന്താ ജയിക്കാത്തത് കാസർഗോഡ്? എന്നാലും സുരേന്ദ്രന്റെ പേരിൽ അമ്മരം വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. അതായത് അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷെ തൃശ്ശൂർ എന്താണ്? സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം കൊണ്ടും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജും അതൊരു പുകമറയെ സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ അതിന്റെ മേന്മയിൽ അങ്ങനെ ജയിച്ചു പോയി. മാത്രമല്ല CPM-ന്റെ വോട്ട് അവിടെ കൃത്യമായി പറഞ്ഞു. അന്തിക്കാട് അടക്കം വോട്ട് പറഞ്ഞു. അവിടെ സുനിലിന് വോട്ട് കുറവാണ്. അതായത് ഓരോ ബൂത്തിലും 50 വോട്ട് വീതമാണ് സുരേഷ് ഗോപിക്ക് മറച്ചു കൊടുത്തത് CPM. കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വോട്ട് പോയിട്ടുണ്ട്. പക്ഷെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് പോയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഒരു വനിതാ പ്രസിഡന്റ് വരുമോ ഇല്ലേ എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ അവരെ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പം 24 ചാനൽ ഇന്നലെ അവർ 3 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് ആവുന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം V. മുരളീധരൻ്റെ നേതൃത്വത്തിൽ അവരുടെ MT രമേശിൻ്റെ നേതൃത്വത്തിൽ മറ്റു പ്രമുഖ നേതാക്കന്മാരുടെ, അതായത് ആരൊക്കെയാ, കൊടകര കുഴൽപ്പണം, അതിൽ ആരാ അകത്താവണം? സുരേന്ദ്ര അകത്താവണം. 400 കോടിയാണ് അതിൻ്റെത്. 2016 200 കോടിയാണ് ഇലക്ഷന് വേണ്ടി വന്നത്. 2021 400 കോടിയാണെങ്കിൽ 200 കോടിയാണ് വന്നത്. അത് V. മുരളീധരൻ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ള ആരോപണം അതിനുള്ളത്. പിന്നെ MT രമേശിൻ്റെ നമ്മുടെ മെഡിക്കൽ കോഴ, പിന്നെ V. മുരളീധരൻ്റെ ഇതുപോലെയുള്ള വിദേശത്തുള്ള അനധികൃത യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പിണറായി വിജയൻ്റെ മകനും യൂസഫ് അലിയും V. മുരളീധരൻ K. സുരേന്ദ്രനാണ് ഇവിടെ ഭരിക്കുന്നത് സത്യത്തിൽ. അപ്പം ഈ രൂപത്തിൽ ഈ പാതിവില തട്ടിപ്പ് എത്ര BJP നേതാക്കന്മാരകത്താവും. എൻഫോഴ്സ്മെന്റ് ഒരു കൃത്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ BJP-യിലെ പ്രമുഖ നേതാക്കന്മാരെ മൊത്തത്തിൽ പിടിച്ച് ജയിലിടേണ്ടി വരും.
അങ്ങനെയാണ് അവസ്ഥ. ഈ അവസ്ഥ ഇവിടെ കേരളത്തിൽ ഉണ്ടാവാൻ കാരണം എന്താ? പിണറായി വിജയൻ്റെ സപ്പോർട്ടാണ്. പിണറായി വിജയൻ ഏതെങ്കിലും BJP നേതാക്കന്മാരെ മറ്റേ ഇതിൽ വൃത്തിയോ പാതി വില തട്ടിപ്പിൽ എന്തുകൊണ്ടാ ഇതുവരെ രാധാകൃഷ്ണൻ പിടിച്ചിട്ടേ എന്തുകൊണ്ടാ സുരേന്ദ്രൻ തൊട്ടോ? ഇതിന് കാസർഗോഡ് കേസ് അട്ടിമറിച്ചില്ലേ? അപ്പം മൊത്തത്തിൽ ഇവർ തമ്മിൽ ധാരണയാണ്, വോട്ട് കച്ചവടമാണ്. അപ്പം ആ രൂപത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പല ചാനലുകളിൽ എന്നെ സമീപിച്ചിരുന്നു. മുമ്പ് ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ വേണ്ടി കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ അവർക്കെതിരെയുള്ള ഡോക്യുമെൻ്റ് തന്ന് എന്നെ പറ്റിച്ചത് ഈ K സുരേന്ദ്രനെയും അതേപോലെ V മുരളീധരൻ്റെ ആൾക്കാരാണ്. അതിൽ ശരിക്കും ഒരു RSSകാരനും ഒരു RSSൻ്റെ കണ്ണൻ എന്ന് പറയുന്ന ആളും ജീജാബായി എന്ന് പറയുന്ന ആളും കൂടി ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിരുന്നു. ഇവരെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ച സത്യമാണെന്ന് ചോദിച്ചത് ഇവർ പറഞ്ഞത് വേറെ ചില കാര്യങ്ങൾക്കാണ്. ഇത് കൂട്ടി യോജിപ്പിച്ച് സാധനം ഉണ്ടാക്കി ഞാനത് പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്തത് പിന്നീട് എനിക്ക് അന്വേഷണത്തിൽ മനസ്സിലായി ഇവരെ കുടുക്കിയതാണെന്നുള്ളത്. ഞാൻ അവരോട് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ജീജാബായിയും അതേപോലെ RSSൻ്റെ നേതാവും വേറെ കേസിൽ അറസ്റ്റിലായി. അതോടുകൂടിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് അന്വേഷണം നടത്തി. അവരെന്നോട് പറഞ്ഞത് എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം, സത്യമാണെന്ന് കൊടുത്തോ. അപ്പോൾ എനിക്ക് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ മാന്യതയോട് കൂടിയിട്ട് എനിക്ക് ഒരു അഭിമാനക്ഷത ഉണ്ടായില്ല. ഇത് തെറ്റായിപ്പോയി, ഇല്ലാത്തൊരു കാര്യം അവരുടെ ശബ്ദമാണ്, പക്ഷേ ശബ്ദം വേറെ കാര്യത്തിൽ സംസാരിച്ച് കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ അവരെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയതിൽ ഒരു പങ്കാളിയാവേണ്ടി വന്നു എനിക്ക് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ തെറ്റ് തിരുത്താൻ നമ്മൾ അന്തസ്സായി അവരെ കൂടെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഞാൻ അതിൽ ക്ഷമ പറഞ്ഞ ഒരാളാണ്. കാരണം ആ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പഠിച്ചിടത്തോളം അവർ ആ സ്റ്റേണയിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അവർ ഈ വനിതാ ദിനത്തിൽ അവരെ പ്രസിഡന്റ് ആവുമോ ഇല്ല എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ ഇതുവരെയുള്ള അനുഭവം നാളെ അവരെന്തായി തീരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പ്രകാശ് ജാവ്ദേക്കർ, അമിത്ഷാ തുടങ്ങി BJPയുടെ സമുന്നത നേതാക്കൾ അവർക്ക് സപ്പോർട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, ഇതുവരെയുള്ളതിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമാണ്. നമുക്ക് നാളത്തെ കാര്യം ഒരാളെയും പറ്റിയും പറയാൻ പറ്റില്ല. പാർട്ടിക്ക് അവർ വരുന്നത് എന്തുകൊണ്ടും അസറ്റ് തന്നെ ആയിരിക്കും. അവർ വന്നാൽ ഇവിടെ പിണറായി വിജയൻ അകത്താവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പിണറായി വിജയൻ്റെ ആസനം താങ്ങികളാണ് ഇവിടെയുള്ള മറ്റുള്ള നേതാക്കന്മാർ. കാരണം ഒരു മേലെ കച്ചവടമാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം സാർ. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് 2 ദിവസത്തിൽ കാത്തിരിക്കാം. അതിനിടയിൽ അവരെക്കുറിച്ച് എന്തൊക്കെ കള്ളക്കഥകൾ എല്ലാ ചാനലുകളും വരും എന്നുള്ളത് അതും കൂടെ കാത്തിരിക്കണം. കാരണം അവർ ചില ചാനലുകൾക്കെതിരെ ആഞ്ഞടിച്ചതുകൊണ്ട് അവർ ഈ 2 ദിവസങ്ങളിൽ V മുരളീധരനും K സുരേന്ദ്രനുമുള്ള ആളുകൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി ചെല്ലുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്.